36,000 കിലോ ഭാരമുള്ള ഒരു ട്രക്ക്, ഒരു ചെറിയ കാർ, ഒരു നീണ്ട ഹൈവേ. ഇതാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. ആ ഭീമൻ ട്രക്കിന്റെ ഉദ്ദേശം കാറിനെ നശിപ്പിക്കണം. കാറാണെങ്കിലോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. 1971 ഇറങ്ങിയ ഡ്യുവൽ, സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗ്. ഈ സിനിമയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ. വർഷം 1971 ജനുവരി 2. സമയം രാവിലെയാണ്. സെയിൽസ്മാനായ ഡേവിഡ് രാവിലെ തന്നെ തന്റെ കാറും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യമായിട്ട് ഒരു ക്ലയന്റിനെ കാണണം. അതാണ് അയാളുടെ യാത്രയുടെ ഉദ്ദേശം. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സിറ്റിയിലേക്ക് എത്തി. രാവിലെ നേരത്തെ ആണെങ്കിലും റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് പതുക്കെയാണ് അയാളുടെ സഞ്ചാരം. ചിലയിടങ്ങളിൽ ആളുകൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് നിർത്തി കൊടുക്കേണ്ടി വന്നു. നല്ല തിരക്കുള്ള ടൗണിലൂടെയുള്ള കാർ യാത്ര എപ്പോഴും അരോചകമാണല്ലോ. അങ്ങനെ ടൗണിൽ നിന്ന് ഇറങ്ങി കാർ ഇപ്പോൾ ഒരു ടണലിലേക്ക് പ്രവേശിച്ചു. കാറിലെ റേഡിയോയിൽ നിന്നും റോഡിൽ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാം. 2-3 ആക്സിഡന്റ്സിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഡേവിഡ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ കുറേ സമയത്ത് ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി മെയിൻ ഹൈവേയിലേക്ക് പ്രവേശിച്ചു. ഇനി അങ്ങോട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡാണ്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കുമില്ല. ഏറെക്കുറെ വിജനമാണ്. ഒരു മരുഭൂമി പോലത്തെ സ്ഥലം. അതിനെ ചുറ്റി വലിയ മലനിരകൾ കാണാം. ആ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഉന്മേഷവാനായിട്ടാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. ആകെയുള്ള പ്രശ്നം ഒറ്റയ്ക്കാണെന്നുള്ളതാണ്. സംസാരിക്കാൻ ആളില്ല. അതുകൊണ്ട് തന്നെ കുറേ സമയമായി അയാൾ റേഡിയോയിലെ കാര്യങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എപ്പോഴോ അയാളുടെ വണ്ടിയുടെ മുമ്പിലായിട്ട് ഒരു ഭീമൻ ട്രക്ക് പ്രത്യക്ഷപ്പെട്ടു. ടാങ്കറാണ്, കറുത്ത നിറം. അതിന്റെ പുറകിലായിട്ട് ഫ്ലെയിമബിൾ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ട്രക്കിന്റെ മുന്നിൽ കുത്തനെ നിൽക്കുന്ന കുഴലിൽ നിന്നും വെളുത്ത പുക തുപ്പിക്കൊണ്ടാണ് അതിന്റെ സഞ്ചാരം. വലിയ വേഗതയിലും അല്ല. ഡേവിഡ് ആ ട്രക്കിന്റെ തൊട്ടുപുറകിലെത്തിയപ്പോൾ ആ പുക അയാളുടെ മുഖത്തേക്ക് അടിച്ചു. വല്ലാതെ ചുമയ്ക്കുകയും ചെയ്തു. ഈ ഒരൊറ്റ ട്രക്ക് ഇവിടുത്തെ അന്തരീക്ഷം മൊത്തം മലിനമാക്കുമല്ലോ എന്നൊക്കെ എളുപ്പം കൊടുത്തു. ഇനി ആ ട്രക്കിനെ നോക്കുകയാണെങ്കിൽ ഇതൊരു 1955 മോഡൽ പീറ്റർ ബോൾട്ട് 281 ആണ്. അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഭീമൻ ട്രെയിലറിന് 7 മീറ്ററോളം നീളവും 3 മീറ്റർ വീതിയും ഉണ്ട്. പിന്നെ ഇതിന്റെ ഭാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എംടി ആയിരിക്കുമ്പോൾ ഒരു 10,000 കിലോ കാണും. ഫുൾ ലോഡാണെങ്കിൽ 36,000 കിലോ എങ്കിലും വരും. ഇപ്പൊ ലോഡുമായിട്ടാണ് ആ ട്രക്ക് പോകുന്നത്. ഇനി ആ ട്രക്കിന്റെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിചിത്രമായൊരു കാഴ്ചയാണ്. അതിലൊരു നമ്പർ പ്ലേറ്റ് അല്ല, 5-6 എണ്ണം ഉണ്ട്. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ട്രക്ക്. നല്ല നീണ്ട മൂക്കൊക്കെ ആയിട്ട് കണ്ടാൽ തന്നെ പേടി തോന്നും. ഇനിയും അതിന്റെ പുറകെ തന്നെ ഇങ്ങനെ തുടർന്ന ആ പുകയടിച്ച് തനിക്ക് വല്ല അസുഖവും പിടിക്കും എന്നൊക്കെ ഡേവിഡിന് തോന്നി. മാത്രമല്ല സമയമാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊന്ന് ഹോൺ അടിച്ചതിന് ശേഷം അയാൾ ട്രക്കിനെ ഓവർടേക്ക് ചെയ്തു. ആ ട്രക്കിന്റെ ഇടതുഭാഗത്തൂടെ മുന്നോട്ടെടുക്കുന്ന സമയം ഒരു ട്രെയിനിന്റെ അടുത്തുകൂടെ പോകുന്നൊരു ഫീലായിരുന്നു അയാൾക്ക്. അതിനിടയിൽ ഡേവിഡ് അതിന്റെ ഡ്രൈവർ ഒന്ന് നോക്കി. പക്ഷെ നല്ല ഉയർന്ന ക്യാബിനായതുകൊണ്ട് അയാളെ കാണുന്നില്ല. അങ്ങനെ ട്രക്കിനെ ഓവർടേക്ക് ചെയ്തതിനു ശേഷം തന്റെ റിയർ വ്യൂ മിററിലൂടെ അയാൾ ട്രക്കിന്റെ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കി. കുറെ നമ്പർ പ്ലേറ്റുകൾ കണ്ടപ്പം അയാൾക്കത് വിചിത്രമായിട്ടാണ് തോന്നിയത്. പക്ഷെ എന്തിനാണ് വെറുതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്നത്? ഏതോ ഒരുത്തൻ കുറെ നമ്പർ പ്ലേറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഭീമൻ ട്രക്ക് ഓടിക്കുന്നു. പോലീസുകാർക്കില്ലാത്ത പ്രശ്നം തനിക്കെന്തിനാ എന്നൊക്കെ ചിന്തിച്ച് ഡേവിഡ് അയാളുടെ റേഡിയോയിലേക്ക് ശ്രദ്ധിച്ചു. ഇനിയിപ്പോൾ അതൊക്കെ കേട്ട് സമാധാനത്തോടെ വണ്ടി ഓടിക്കാം എന്നൊക്കെ അയാൾ കരുതി. പക്ഷെ അയാൾക്ക് അറിയത്തില്ലായിരുന്നു ആ നമ്പർ പ്ലേറ്റുകൾ ഒരു സൂചനയാണെന്ന്. അയാളെ പിന്തുടരുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചന, മരണത്തിന്റെ. ഇന്നത്തെ ദിവസം അയാളുടെ ജീവൻ മുൾമുനയിലാണ്. അങ്ങനെ ഡേവിഡ് വളരെ സമാധാനത്തോടെ ആ റേഡിയോയിലും ശ്രദ്ധിച്ച് വണ്ടി മുന്നോട്ട് ഓടിക്കായിരുന്നു. പെട്ടെന്നാണ് ഒരു സിഗ്നൽ പോലും തരാതെ ആ ട്രക്ക് അയാൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. ഡേവിഡ് ശരിക്കും ഞെട്ടിപ്പോയി. നല്ല ദേഷ്യം വന്നു. പക്ഷെ ദേഷ്യം വന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അയാളത് വിട്ടുകളഞ്ഞു. പക്ഷെ അത്രയും വേഗതയിൽ ആ ട്രക്ക് കയറിപ്പോയെങ്കിലും ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രക്ക് സ്ലോ ആയി. അത് കാരണം ഡേവിഡ് പിന്നെയും കുടുങ്ങി. എന്നാൽ പിന്നീട് ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡേവിഡ് വണ്ടി മുന്നോട്ടെടുത്തു. ഈ സമയം അയാൾ ആ ട്രക്ക് ഡ്രൈവറിന് ഒരു മിന്നായം പോലെ കാണുകയും ചെയ്തു. പക്ഷെ വ്യക്തമായില്ല. എന്നാൽ ഡേവിഡ് കയറി പോയി കഴിഞ്ഞപ്പം ഒരു പ്രതിഷേധത്തിന്റെ സ്വരം പോലെ ആ ട്രക്ക് ഡ്രൈവർ നീട്ടി ഹോണടിച്ചു. ഡേവിഡ് ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് താൻ പോടോന്നും പറഞ്ഞിട്ട് അയാൾ മുന്നിലെ റോഡിലേക്ക് ശ്രദ്ധിച്ചു. അതിനിടയിൽ അയാൾ വാച്ച് ഒന്ന് നോക്കി. കുഴപ്പമില്ല, ക്ലയന്റ് വരാൻ ഇനിയും കുറെ സമയമുണ്ട്, പതുക്കെ പോയാൽ മതി. ഇപ്പോൾ റേഡിയോയിൽ ഒരു കോമഡി പ്രോഗ്രാമാണ്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അയാൾ നല്ല മൂഡിലുമാണ്. അങ്ങനെ ഡേവിഡിന്റെ കാർ ഒരു ചെറിയ ജംഗ്ഷനിലെത്തി. പെട്രോൾ അടിക്കാനുള്ളത് കൊണ്ട് അയാൾ വണ്ടി ഒരു പെട്രോൾ പമ്പിലേക്ക് കയറ്റി. എന്നിട്ട് അയാൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആ ട്രക്കും അങ്ങോട്ട് വരുന്നത്. അതിപ്പം അയാളുടെ വലതുഭാഗത്തായിട്ട് നിർത്തി. ആ ട്രക്കിന്റെ സ്വഭാവത്തിൽ എന്തൊരു പന്തികേടും അയാൾക്ക് ഫീൽ ചെയ്തു. അയാളിപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ആ ട്രക്കിന്റെ ഡ്രൈവർ ഒന്ന് നോക്കുകയാണ്. പക്ഷെ കാറിൽ ഇരുന്നു കൊണ്ട് സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുന്ന അയാളുടെ കൈ മാത്രമേ കാണുന്നുള്ളൂ. എങ്ങനെയെങ്കിലും അയാളുടെ മുഖം ഒന്ന് കാണാൻ ശ്രമിക്കുമ്പോഴാണ് ആ പെട്രോൾ പമ്പിൽ ആള് വന്ന് കാറിന്റെ ചില്ലൊരു ലിക്വിഡ് അടിക്കുന്നത്. എന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഡേവിഡ് നോക്കുമ്പോൾ ഡ്രൈവർ ആ ട്രക്കിലില്ല. അയാൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഡേവിഡ് സൈഡിലേക്ക് നോക്കി. ട്രക്കിന്റെ അടിയിലൂടെ അയാൾക്ക് ആ ഡ്രൈവറിന്റെ കാല് കാണാം. ജീൻസാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. പിന്നെ ഫോർമൽ ഷൂസും. അയാൾ കാലുകൊണ്ട് തട്ടി ടയറിന്റെ എയർ ചെക്ക് ചെയ്യാണ്. ഈ സമയം തന്നെ ആ പെട്രോൾ പമ്പിൽ ആള് കാറിൽ പെട്രോൾ അടിച്ചു തുടങ്ങി.
എന്നിട്ട് അയാൾ ഡേവിഡിന്റെ പെർമിഷൻ ചോദിച്ച് ബോണറ്റ് തുറന്ന് എഞ്ചിന്റെ ഭാഗങ്ങളൊക്കെ പരിശോധിച്ചു. ഒരു പ്രശ്നവും അയാൾ കണ്ടെത്തി. ഇതിന്റെ റേഡിയേറ്റർ ഹോസ് പോയിരിക്കാണല്ലോ സാറേ, ഇത് മാറ്റിക്കോട്ടെ? ഏയ് വേണ്ട വേണ്ട, കുറച്ചു കാലം കൂടെ ഓടട്ടെ, എന്നിട്ട് മാറ്റാം, ഡേവിഡ് മറുപടി കൊടുത്തു. അയാൾക്ക് ചെറിയൊരു നിരാശ വന്നും തോന്നുന്നു. എങ്കിലും അത് പുറത്തു കാണിക്കാതെ അയാൾ ബോണറ്റ് അടച്ചു. ഈ സമയം ഡേവിഡ് കാറിൽ നിന്നിറങ്ങി. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ചില്ലറ മേടിച്ചു വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യാൻ. ഈ കാര്യങ്ങളൊക്കെ ആ ട്രക്ക് ഡ്രൈവർ ശ്രദ്ധിക്കുന്നുണ്ട്. അയാളിപ്പോൾ ക്യാമ്പിലേക്ക് കയറി. പെട്രോൾ പമ്പിൽ ആൾ ഇത്രയും സമയം തന്നെ ഗവനിക്കാത്തതുകൊണ്ട് അയാളൊന്ന് നീട്ടി ഹോൺ അടിച്ചു. ദാ വരുന്നു, പെട്രോൾ പമ്പിന്റെ ആൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഡേവിഡ് അവിടുത്തെ ഓഫീസിലേക്ക് പോയി വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഭാര്യയാണ് ഫോൺ എടുക്കുന്നത്. ഇയാൾക്ക് 2 മക്കളാണ്, 2 ആൺകുട്ടികൾ. അവരവിടെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. എടി ആലീസ, നീ എന്നോട് ക്ഷമിക്കേ. ഇന്നലെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. നീ എന്തിനാണ് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? അത് കാരണം രാവിലെ ഒരു യാത്ര പോലും പറയാതെ അവിടെ ഇറങ്ങേണ്ടി വന്നില്ല എനിക്ക്. നിനക്കൊരു ഉമ്മ തരാതെ ഞാൻ ഒറ്റയ്ക്ക് ഏത് യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ പോലും പണി കിട്ടിയിട്ടല്ലേ ഉള്ളൂ. എനിക്കൊരു സമാധാനവും ഇല്ല, അതാ വിളിച്ചത്. നോക്ക് ഡേവിഡ്, ഇന്നലത്തെ കാര്യങ്ങൾ ഇനി സംസാരിക്കണ്ട. നമ്മൾ പിന്നെയും വഴക്കുണ്ടാക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഏത് ഭാര്യയ്ക്ക് ദേഷ്യം വരാതിരിക്കുന്നത്? ഇന്നലത്തെ പാർട്ടിയിൽ വെച്ചിട്ട് അയാൾ എന്റെ ദേഹത്ത് തൊട്ടപ്പോൾ നിങ്ങളൊന്ന് പ്രതികരിക്കുക പോലും ചെയ്തില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ന്യായം പറയുന്നു. അത് വിട്ടേക്ക്, മര്യാദയ്ക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തിയേക്കണം. അത്രയും പറഞ്ഞ് ആലീസ് ഫോൺ കട്ട് ചെയ്തു. ഡേവിഡ് ഫോൺ അവിടെ വെക്കുന്ന സമയം ഒരു ലേഡി അവിടെ വാഷിംഗ് മെഷീനിൽ നിന്നും തുണി എടുക്കുന്നുണ്ട്. ഇതൊരു ലോണ്ടറിയും കൂടെയാണ്. അങ്ങനെ പെട്രോൾ പമ്പിലെ ക്യാഷൊക്കെ കൊടുത്ത് ഡേവിഡ് അവിടെ നിന്ന് ഇറങ്ങി. ആ ട്രക്ക് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു 10 മിനിറ്റായി കാണും. വളരെ വേഗത്തിൽ ട്രക്ക് ഡേവിഡിന്റെ പുറകിലെത്തി. എന്നിട്ട് അത് സ്ലോ ആക്കി. ഇതെല്ലാം കണ്ണാടിയിലൂടെ ഡേവിഡും കാണുന്നുണ്ട്. ഡേവിഡ് കുറച്ച് വേഗത കൂട്ടി. ഇപ്പൊ 50-ലാണ് പോകുന്നത്. എന്നാൽ അതിനനുസരിച്ച് ആ ട്രക്കും വേഗത കൂട്ടി. അത് കാണുമ്പോൾ കയറി പോകാൻ വേണ്ടി ഡേവിഡ് കൈകൊണ്ട് സിഗ്നൽ കാണിച്ചു. അപ്പം തന്നെ ട്രക്ക് കയറിപ്പോവുകയും ചെയ്തു. എന്നാൽ മുന്നിലെത്തിക്കഴിഞ്ഞപ്പോൾ ട്രക്ക് പിന്നെയും തനിക്കണോ കാണിച്ചു. അത് വീണ്ടും സ്ലോ ആക്കി. ഒരു ട്രക്കിന്റെ പുറകിൽ പെട്ടുപോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദേഷ്യമുള്ള മറ്റൊരു കാര്യമില്ല. ഡേവിഡ് ഇപ്പൊ പിന്നെയും പെട്ടിരിക്കുകയാണ്. ഇയാൾ എന്തോ ഈ കാണിക്കുന്നത്? കയറിപ്പോവാൻ പറഞ്ഞിട്ട് ഒരുമാതിരി മറ്റേടുത്ത പരിപാടി. ഡേവിഡ് ആരോടൊന്നുമില്ലാതെ അങ്ങനെ പറഞ്ഞു. അയക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കടിച്ചമർത്തി തലയൊറിഞ്ഞു. അല്ലാതെ എന്ത് ചെയ്യാൻ? സമയമാണെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തി റോഡിന് വീതി കൂടിയത് കാണുമ്പോൾ ഡേവിഡ് കയറിപ്പോവാനൊരു ശ്രമം നടത്തി, ഇടതുവശത്തൂടെ. എന്നാൽ ട്രക്ക് വിടുന്നില്ല. അത് ഇടതുഭാഗത്തേക്ക് നീങ്ങി. ആഹാ, താ കൊള്ളാലോ, അപ്പൊ കളിപ്പിക്കുകയാണല്ലേ എന്നൊക്കെ സ്വയം പറഞ്ഞ് ഡേവിഡ് ഒന്നുകൂടെ ട്രൈ ചെയ്തു. പക്ഷെ ഒരു രക്ഷയുമില്ല, അയാൾ കയറ്റി വിടുന്നില്ല. എടോ, താൻ എന്നെ ഒന്ന് കയറ്റി വിട്, ഞാനിപ്പോ അതിനുള്ള മൂഡിലല്ല, പോയിട്ട് പണിയുണ്ട്, ഡേവിഡ് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ആര് കേൾക്കാൻ? അങ്ങനെ ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞപ്പം ഡേവിഡിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ കൈകൊണ്ട് സിഗ്നൽ കാണിച്ചു കയറിപ്പോവാൻ. കിട്ടിയ അവസരത്തിൽ ഡേവിഡ് വണ്ടി മുന്നോട്ടെടുത്തു. എന്നാൽ പെട്ടെന്നാണ് എതിർവശത്തു നിന്നും ഒരു കാറ് പാഞ്ഞു വരുന്നത്. വെട്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ പണി കിട്ടിയനെ. ഇയാൾ എന്തോ ഈ കാണിക്കുന്നത്? ജീവൻ പോയനല്ലോ. ഡേവിഡിന്റെ മുഖത്ത് നല്ല പേടി പ്രകടമാണ്. എന്നാൽ ഡേവിഡ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഈ ട്രക്കിന്റെ പുറകെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും എത്തിച്ചേരാൻ പറ്റത്തില്ല എന്നൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അയാൾ വണ്ടി സൈഡിലേക്ക് ഇറക്കി. എന്നിട്ട് അവിടുത്തെ ചരൽ റോഡിലൂടെ വേഗത്തിലൊടിച്ച ട്രക്കിന്റെ മുമ്പിൽ വന്ന് ചേർന്നു. വല്ലാത്തൊരു ആത്മസംതൃപ്തിയായിരുന്നു അയാൾക്ക്. സന്തോഷം കൊണ്ട് അയാൾ സ്റ്റിയറിംഗിലിട്ട് 2 അടിയൊക്കെ കൊടുത്തു. എന്നിട്ട് പുറകിലേക്ക് തിരിഞ്ഞ് ആ ട്രക്കിനെ നോക്കി കൈയും കാണിച്ചു. പോയി പണി നോക്കടാ. ഈ സമയം ട്രക്കാണെങ്കിൽ ഒന്ന് സ്ലോ ആയി. അതിപ്പോ കാറിന്റെ കുറേ പുറകിലാണ്. ഇനിയിപ്പോൾ അത് വരില്ലായിരിക്കും എന്ന് ഡേവിഡും കരുതി. അയാൾ നല്ല കോൺഫിഡൻസിലാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഡേവിഡ് ഇപ്പോൾ മിററിൽ നോക്കുമ്പോൾ ആ ട്രക്കിനെ പുറകിൽ കാണുന്നില്ല. ഒരു പക്ഷേ അതിനെത്തേണ്ട സ്ഥലത്ത് അത് എത്തിക്കാണും എന്നൊക്കെ ചിന്തിച്ച് ഡേവിഡ് റേഡിയോ ഓണാക്കി. ഒരു പാട്ടാണ് അയാൾ അതിൽ നിന്ന് കേൾക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് അയാളുടെ എല്ലാ പ്രതീക്ഷയും തിരിച്ചുകൊണ്ട് രാജധാനി വരുന്ന പോലെ ആ ട്രക്കിന്റെ വരവ്. അത് കണ്ണാടിയിൽ കാണുന്ന ഡേവിഡ് ഒരു ഞെട്ടലോടെ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഇയാൾ വിടുന്ന ഭാവമില്ലല്ലോ. ഡേവിഡ് കാറിന്റെ വേഗത കൂട്ടി 60 ആക്കി. ഇപ്പൊ ട്രക്ക് അയാൾക്ക് ഒരു 10 മീറ്റർ പുറകിലാണ്. കുറച്ചു നേരം ഈ ഒരു അകലത്തിലാണ് 2 വണ്ടികൾ സഞ്ചരിക്കുന്നത്. അതിനിടയിൽ 2-3 കാറുകൾ അവർക്കെതിരെ കടന്നുപോയി. ഡേവിഡ് ഇപ്പോഴും ആ കണ്ണാടിയിലൂടെ ആ ട്രക്കിനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എന്നാൽ നല്ല വിശാലമായ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ ട്രക്ക് വേഗത കൂട്ടി കാറിന്റെ തൊട്ടു പുറകിലെത്തി. എന്നിട്ട് ഹോൺ അടിക്കാനും തുടങ്ങി. പെട്ടെന്ന് ആ ഹോൺ അടി ശബ്ദം കേട്ടപ്പോൾ ഡേവിഡിന്റെ കയ്യിൽ നിന്നും വണ്ടി ഒന്ന് പാളി. എങ്കിലും അയാൾ കൺട്രോളിൽ തന്നെയാണ്. ട്രക്കാണെങ്കിൽ തൊട്ടു പുറകെ. എന്താണ് ആ ട്രക്കുകാരന്റെ ഉദ്ദേശം? അയാൾക്ക് മനസ്സിലാവുന്നില്ല. സ്പീഡ് കൂട്ടുക തന്നെ, അല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ സ്പീഡ് 70 എന്നാൽ ട്രക്കുണ്ടോ വിടുന്നു, അതും വേഗത കൂട്ടി. മാത്രമല്ല ഇത്തവണ കാറിന്റെ പുറകിൽ മനഃപൂർവ്വം വന്ന് ഇടിക്കുകയും ചെയ്തു. ഡേവിഡ് ശരിക്കും പേടിച്ചുപോയി. ഇനിയിപ്പോൾ അയാളോട് മത്സരിക്കാനല്ല ഡേവിഡ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ സ്പീഡ് ഇപ്പൊ 80. ഈ സമയം ട്രക്ക് ഡ്രൈവറും വേഗത കൂട്ടി. എന്നിട്ട് ഒന്നുകൂടെ വണ്ടിയിൽ ഒന്നിടിച്ചു. ഡേവിഡാണെങ്കിൽ ഇപ്പൊ കിളി പോയ അവസ്ഥയാണ്. മീറ്റിംഗിന്റെ കാര്യമൊക്കെ അയാൾ മറന്ന പോലെ. ട്രക്കാണെങ്കിൽ വീണ്ടും വീണ്ടും കാറിന്റെ പുറകിൽ വന്നിങ്ങനെ ഇടിക്കുന്നുണ്ട്. അതൊരു രീതിയിലും വിടുന്ന ഭാവമില്ല. കാറിന്റെ സ്പീഡാണെങ്കിൽ ഇപ്പൊ 100-ലോട്ട് അടുക്കാനുമായി. അതിനനുസരിച്ച് ട്രക്കിന്റെ വേഗതയും കൂടി വന്നു. ഡേവിഡിന്റെ കൈയാണെങ്കിൽ ആ സ്റ്റിയറിംഗിൽ കിടന്നിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. മരണമാണോ തന്റെ പുറകിൽ? ഇനി തനിക്ക് തന്റെ മക്കളെ കാണാൻ പറ്റില്ലേ എന്നൊക്കെ അയാൾക്ക് തോന്നി തുടങ്ങി. പിന്നീട് എപ്പോഴും കിട്ടിയ ഒരു ധൈര്യത്തിൽ വണ്ടി ചെറുതായിട്ടൊന്ന് ചവിട്ടി അയാൾ ഇടത്തോട്ടൊന്ന് വെട്ടിച്ചു. അങ്ങനെ ആ കാർ നേരെ പാഞ്ഞു ചെല്ലുന്നത് അവിടെ കുറെ വണ്ടികൾ നിരത്തിയിട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലേക്കാണ്. ഈ സമയം ട്രക്കാണെങ്കിൽ ആ റോഡിലൂടെ പാസ് ചെയ്ത് പോവുകയും ചെയ്തു. കാറ് നല്ല സ്പീഡിലായതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാണ് ഡേവിഡ് വണ്ടി നിർത്തിയത്. പക്ഷെ അവിടുത്തെ വെയിലൊക്കെ തകർന്നുപോയി. ഭാഗ്യത്തിന് ഡേവിഡിന് കുഴപ്പമൊന്നും പറ്റിയില്ല.
ഈ സമയത്താണ് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ചിട്ട് ഒരു വണ്ടിക്കാരൻ വന്നത്. ഏയ് കുഴപ്പമൊന്നുമില്ല, എന്റെ കഴുത്തി ചെറുതായിട്ടൊന്ന് ഉളുക്കി. ഓ അത്രേ ഉള്ളൂ? അല്ല എന്താണ് ഉണ്ടായേ? ആ ട്രക്കുകാരനെ കണ്ടില്ലേ നിങ്ങൾ? അയാൾ എന്നെ കൊല്ലാൻ വന്നു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പേടിച്ചാണ് ഡേവിഡ് അത്രയും പറയുന്നത്. കൊല്ലാൻ വന്നെന്നോ? തനിക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഡേവിഡിനെ സമാധാനിപ്പിച്ചു. പക്ഷെ ഡേവിഡിനല്ലേ കാര്യങ്ങളൊക്കെ അറിയൂ. ഈ സമയം തന്നെ ഒരു ഇളം നീല ഷർട്ടിട്ട പ്രായമായുള്ള ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. മറ്റയാൾ ഡേവിഡിനോട് സംസാരിച്ചതിന് ശേഷം ആ നീലയുടെ അടുത്തെത്തി. കുഴപ്പമില്ല, ഒന്ന് പേടിച്ചതാണ്, കഴുത്തിനൊരു ഉളുക്കുണ്ട് എന്നും പറഞ്ഞിട്ട് അയാൾ അയാളുടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ഈ സമയം ഡേവിഡും അയാളുടെ കാറിൽ നിന്ന് ഇറങ്ങി. ആ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടേക്കാണ് ഡേവിഡ് നടക്കുന്നത്. ഈ സമയം തന്നെ ആദ്യം വന്ന ആള് അയാളുടെ വണ്ടി എടുത്തിട്ട് അവിടെ പോയി. നീലയാണെങ്കിൽ ഡേവിഡ് നടക്കുന്നു നോക്കി അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഡേവിഡ് റെസ്റ്റോറന്റിലെത്തി. ഈ ഏരിയയിൽ ആകെയുള്ള ഒരു റെസ്റ്റോറന്റ് ആണിത്. അതുകൊണ്ട് വണ്ടിക്കാരൊക്കെ ഇവിടെ നിർത്തി ഭക്ഷണം കഴിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഡേവിഡ് ഇപ്പം നേരെ റെസ്റ്റ് റൂമിലേക്ക് ചെന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി. ഈ ഡേവിഡ് ഒരു പാവമാണ്. ആരോടും ഒരു കുഴപ്പത്തിനും പോകത്തില്ല. താൻ ആരോടൊന്നിനും പോവാത്തതുകൊണ്ട് തനിക്ക് നേരെയും ആരും വരില്ല എന്നൊരു ചിന്താഗതിക്കാരനാണ് അയാൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് തലേ ദിവസം പാർട്ടിയിൽ ഭാര്യയോട് ഒരുത്തൻ ചീത്ത രീതിയിൽ പെരുമാറിയിട്ടും അയാൾ പ്രതികരിക്കാതിരുന്നത്. എന്നാൽ ഡേവിഡിന്റെ ഈ ഒരു ചിന്താഗതി ഇന്നത്തോടെ മാറി. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ആ ട്രക്ക് ഡ്രൈവർ അയാളുടെ പുറകെ വന്നു, കൊല്ലാനും നോക്കി. ഇതൊക്കെ ഒരു ദുസ്വപ്നം പോലെയാണ് അയക്കിപ്പോ. എന്തായാലും എല്ലാം അവസാനിച്ചല്ലോ, ആ ഒരു സമാധാനം അയക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അയാൾ അവിടുത്തെ ടേബിളിന്റെ അടുത്തേക്ക് നടന്നു. നന്നായിട്ട് എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പ്. എന്നാൽ ഈ സമയത്താണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അയാൾ കാണുന്നത്. ആ ട്രക്ക് ആ റെസ്റ്റോറന്റിന് മുമ്പിലായിട്ട് കിടക്കുന്നു. അത് ഡേവിഡിനെ വല്ലാണ്ട് തളർത്തി. അപ്പൊ ആ ട്രക്ക് ഡ്രൈവർ ആ റെസ്റ്റോറന്റിലുണ്ട്. ആരായിരിക്കും അയാൾ? അത് കണ്ടുപിടിച്ചേ പറ്റൂ. ഡേവിഡ് പതുക്കെ ഒരു ടേബിളിലേക്ക് ഇരുന്നു. എന്നിട്ട് അവിടെ കഴിക്കാൻ വന്നവരൊക്കെ നോക്കി. കൈകൊണ്ട് മുഖം മറച്ചിട്ടാണ് അയാൾ അവിടേക്ക് വീക്ഷിക്കുന്നത്. റെസ്റ്റോറന്റിലാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല. അവിടെ കൗണ്ടറിലായിട്ട് 4-5 പേരിങ്ങനെ നിരന്നിരുന്ന് ബിയർ കഴിക്കുന്നുണ്ട്. ഡേവിഡ് അവരുടെയൊക്കെ ഷൂസിലേക്കൊന്ന് നോക്കി. അതിൽ 2 പേര് ബ്രൗൺ ഷൂസും ജീൻസുമാണ് ധരിച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ വലത്തെ തറ്റത്തിരിക്കുന്ന തൊപ്പിക്കാരനായിരിക്കും ആ ഡ്രൈവർ എന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അതിനിടയിൽ ആ കൂട്ടത്തിലെ 2 പേര് ഡേവിഡിനൊന്ന് നോക്കുകയും ചെയ്തു. പക്ഷെ അവരല്ല, ബ്രൗൺ ഷർട്ട് ഇട്ട തോപ്പിക്കാരൻ തന്നെയാണ്. ഈ സമയത്താണ് ഓർഡർ എടുക്കാൻ വേണ്ടി വെയിറ്റർ വരുന്നത്. ഒരു സാൻഡ്വിച്ച് ആണ് ഡേവിഡ് ഓർഡർ ചെയ്തത്. പിന്നെ തലവേദനയ്ക്കുള്ള ഒരു ഗുളികയുണ്ടോ എന്നും കൂടെ അയാൾ ചോദിച്ചു. ഉണ്ടല്ലോ, തരാമെന്നും പറഞ്ഞിട്ട് ലേഡി അവിടുന്ന് പോയി. ഈ സമയം ഡേവിഡ് ഓരോന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? 2 തവണ ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്തു. അതിനാണോ അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അങ്ങനെയാണെങ്കിൽ അവനൊരു സൈക്കോ ആണ്. അതിന് ഞാനെന്ത് വേണം? ഡേവിഡ് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ആ ട്രക്കിനെ ഒന്ന് നോക്കി. ഇനി അയാൾക്ക് ഭ്രാന്തായിരിക്കുമോ? ഞാനാണോ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്? ഇനിയിപ്പോൾ ആ തൊപ്പിക്കാരനല്ലേ ആ ഡ്രൈവർ? മറ്റുള്ളവരും തന്നെ നോക്കുന്നുണ്ടല്ലോ. അവിടെയുള്ളവർ അവനെ നോക്കിയപ്പം അവന്റെ മനസ്സിലേക്ക് വന്ന ചിന്തയാണത്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്തായാലും നോക്കട്ടെ, കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ വെച്ച് അവൻ എന്നെ ഉപദ്രവിക്കുമോ? ഏയ്, അതിന് സാധ്യതയില്ല. അവൻ എക്സ്പോസ്ഡ് ആവും. ഭക്ഷണം കഴിക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. മറ്റെവിടെങ്കിലും വെച്ച് എന്നെ തീർക്കാനായിരിക്കും അവന്റെ പ്ലാൻ. പക്ഷെ എന്തിന്? എന്താണ് അവന്റെ ഉദ്ദേശം? അത് അറിഞ്ഞേ പറ്റൂ. ഇനിയിപ്പോൾ എന്നെ പുറത്തിട്ട് തീർക്കാനാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ ട്രക്കിനെ വെച്ച് നോക്കുമ്പോൾ എന്റെ കാർ ഒന്നുമല്ല, ആനയും ഉറുമ്പും പോലെയാണ്. പക്ഷെ ഒരു ഉറുമ്പിന് ആനയ്ക്ക് പണി കൊടുക്കാനൊക്കെ പറ്റും. തുമ്പിക്കൈക്കുള്ളിൽ കയറി ഒറ്റ കടി കൊടുത്താൽ മതി. അല്ല, ഞാൻ എന്തൊക്കെയാ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ആനയും ഉറുമ്പോ? അതൊന്നും നടക്കുന്ന കാര്യമില്ല. ധൈര്യം ഉണ്ടെങ്കിലല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. എനിക്കതില്ല. പിന്നെ എന്ത് ചെയ്യും? ഇനി അവനോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീലാക്കാം. അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ആ വെയിറ്റർ വന്ന് അവന് ഭക്ഷണവും ഗുളികയും കൊടുത്തു. നല്ല തലവേദന ആയതുകൊണ്ട് അപ്പം തന്നെ അവൻ ആ ഗുളിക വിഴുങ്ങി. എന്നിട്ട് കഴിക്കാൻ വേണ്ടി ആ സാൻഡ്വിച്ച് എടുത്തു. പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല. അവൻ വീണ്ടും ആലോചന തുടങ്ങി. എന്താപ്പം ഞാൻ ചെയ്യുക? പോലീസിനെ വിളിച്ചാലോ? വേണ്ട, വിളിച്ചു കഴിഞ്ഞാൽ ഫോർമാലിറ്റീസൊക്കെ ആയിട്ട് ഞാനിവിടെ പെട്ടുപോകും. മാത്രമല്ല, തെളിയിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുകളുമില്ല. അവൻ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് കൈമലർത്തി കഴിഞ്ഞാൽ അതോടെ തീർന്നു. പിന്നെ എന്ത് ചെയ്യും? ഡേവിഡിന്റെ ആ ചിന്തകൾക്കിടയിൽ ആ ബ്രൗൺ ഷർട്ട് ഇട്ട ആ തൊപ്പിക്കാരൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പക്ഷെ ഡേവിഡ് വിചാരിച്ച പോലെ അയാളായിരുന്നില്ല ഡ്രൈവർ. അയാളിപ്പോൾ വേറൊരു വണ്ടിയിലാണ് അവിടുന്ന് പോയത്. പിന്നെ ഏതവനാണ് ഈ ഡ്രൈവർ? ഡേവിഡ് ഒന്നുകൂടെ ബാക്കിയുള്ളവരൊക്കെ നോക്കി. ഈ സമയം കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ടേബിളിൽ ഒരുത്തിനിരുന്ന് ബിയർ കഴിക്കുന്നുണ്ട്. സെയിം ജീൻസും അതേ ഷൂസും. ഇനി അവനായിരിക്കുമോ? ഒന്ന് മുട്ടി നോക്കാം. ഡേവിഡ് പതുക്കെ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് വന്നു. അതേ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. അല്ലാതെ ട്രക്കുമായിട്ട് വന്നിട്ടല്ല ഇതുപോലെ വൃത്തിയേട് കാണിക്കുന്നത്. ഇനി എങ്ങാനും ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും. പറഞ്ഞിട്ടില്ല എന്ന് വേണ്ട. ആ ഡ്രൈവർ അയാളാണെന്ന് ഉറപ്പിച്ചിട്ടാണ് ഡേവിഡ് അത്രയും പറഞ്ഞത്. താൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ തന്നെ എന്ത് ചെയ്തു? അയാൾക്ക് കാലി കയറി. എന്ത് ചെയ്തെന്നോ? ഒരൊറ്റ അടിയങ്ങ് വെച്ച് തന്നാണ്ടല്ലോ എന്ന് പറഞ്ഞ് ഡേവിഡ് അയാളുടെ കയ്യിലെ ഭക്ഷണം തട്ടി തീർപ്പിച്ചു. ഇതെല്ലാം കൂടെ ആകുമ്പോൾ അയാൾക്ക് ഭ്രാന്ത് പിടിച്ച് അയാൾ ഡേവിഡിനെ നല്ല ഇടിയിടിച്ചു. അവസാനം ആ റെസ്റ്റോറൻറ്റിൽ ആള് വന്നപ്പോഴാണ് അയാൾ ഇടി നിർത്തിയത്. മാത്രമല്ല, എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. എന്നാൽ അയാളും ആയിരുന്നില്ല ട്രക്ക് ഡ്രൈവർ. മറ്റൊരു ട്രക്കുമായിട്ടാണ് അയാൾ അവിടുന്ന് പോയത്. ഇതും കൂടെ ആയപ്പോൾ ഡേവിഡിന് ശരിക്കും അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചു. പിന്നെ ഏതവനാണ് ഈ ഡ്രൈവർ? അവൻ പിന്നെയും ബാക്കിയുള്ളവരെ നോക്കി. എന്നാൽ ഈ സമയത്താണ് ആ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്.
അയാളിപ്പോൾ ആ ട്രക്ക് അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ആ ട്രക്ക് ഡ്രൈവർ ആ റെസ്റ്റോറൻറ്റിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഡേവിഡിന് മനസ്സിലായി. അതുകൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ആ ട്രക്കിന്റെ പുറകെ ഓടി. എന്നാൽ അപ്പോഴേക്കും ട്രക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഡേവിഡ് അവൻ്റെ വണ്ടി എടുത്തു. ആ ട്രക്ക് പോയ അതേ വഴി തന്നെയാണ് അവനും പോകേണ്ടത്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സ്കൂൾ ബസ് അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ ആയതാണ്. ചെറിയ കുറെ കുട്ടികളും പുറത്ത് നിൽക്കുന്നുണ്ട്. ഡേവിഡിന്റെ കാർ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ബസ് ഡ്രൈവർ കൈ കാണിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, ബസ് ബ്രേക്ക് ഡൗൺ ആണ്, കുട്ടികളെ വീട്ടിലെത്തിക്കണം, തനിക്ക് ഈ കാർ ഒന്ന് ഉപയോഗിച്ചിട്ട് തള്ളി തരാൻ പറ്റും. ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും കുട്ടികളുടെ കാര്യമായതുകൊണ്ട് ഡേവിഡ് സമ്മതിച്ചു. അങ്ങനെ ഡ്രൈവറും കുട്ടികളും ബസ്സിലേക്ക് കയറി. ഈ സമയം ഡേവിഡ് ആണെങ്കിൽ അവന്റെ കാർ ബസ്സിന്റെ പുറകിൽ മുട്ടിച്ചിട്ട് ആക്സിലേറ്ററിൽ ആഞ്ഞു ഓട്ടി. പക്ഷെ ബസ് അനങ്ങുന്നില്ല. കുറേ നേരം അത് തന്നെ ട്രൈ ചെയ്തപ്പോൾ ഡേവിഡിന് നല്ലൊരു പണി കിട്ടി. അവന്റെ കാറിന്റെ ബമ്പറിൽ 2 കൂർത്ത ഭാഗങ്ങളുണ്ടായിരുന്നു മുകളിലേക്കായിട്ട്. അതിപ്പോ ബസ്സിന്റെ താഴെ ലോക്കായി. വണ്ടി ഇപ്പോൾ റിവേഴ്സ് എടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരാൾ ആ ബോണറ്റിൽ പിടിച്ച് താഴ്ത്തിയാലേ വണ്ടി റിവേഴ്സ് വരുള്ളൂ. അങ്ങനെ ഡേവിഡ് പറഞ്ഞതിനെ തുടർന്ന് ബസ് ഡ്രൈവർ വന്ന് ബോണറ്റ് താഴ്ത്താൻ തുടങ്ങി. പക്ഷെ ആ ലോക്ക് അങ്ങോട്ട് വിട്ടുപോരുന്നില്ല. എന്നാൽ അതിനിടയിലാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച ഡേവിഡ് കാണുന്നത്. ആ ട്രക്ക് അവിടെ ഒരു ടണലിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്, അവനെയും വെയിറ്റ് ചെയ്തുകൊണ്ട്. അയാളിപ്പോൾ വണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കാണുന്ന ഡേവിഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് അവൻ ആ ബോണറ്റിൽ കയറി നിന്നിട്ട് ആഞ്ഞു ചവിട്ടി. അതോടുകൂടെ കാറ് പുറകിലേക്ക് നീങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ ട്രക്ക് അങ്ങോട്ട് വരുന്നത്. പേടിച്ചരണ്ട ഡേവിഡ് വേഗം തന്നെ ആ ബസ് ഡ്രൈവറെ കാറിൽ നിന്ന് ഇറക്കി വണ്ടി എടുത്തിട്ട് മുന്നോട്ട് പോയി. എന്നാൽ ഈ സമയം ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ ട്രക്ക് അവിടെ നിന്ന് തിരിച്ചു. എന്നിട്ട് നേരെ ആ ബസ്സിന്റെ പുറകെ വന്നു. എന്നിട്ട് അതിനെ മുന്നോട്ട് തള്ളാൻ തുടങ്ങി. ആ ബസ് ഡ്രൈവർക്ക് അതൊരു സഹായവുമായി. ഈ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് കുറെ മുന്നിൽ നിൽക്കാണ് ഡേവിഡ്. അങ്ങനെ ഡേവിഡ് വേഗം വണ്ടി എടുത്തു. ട്രക്കാണെങ്കിൽ ആ ബസ്സിനെ സഹായിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഡേവിഡ് ഇപ്പം ഒരു റെയിൽവേ ക്രോസിലെത്തി. ട്രെയിൻ പോകുന്നത് കൊണ്ട് അത് അടഞ്ഞു കിടക്കാണ്. അയാൾക്കിപ്പോൾ വണ്ടി നിർത്തേണ്ടി വന്നു. അങ്ങനെ ട്രെയിൻ പാസ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഡേവിഡ് ആണെങ്കിൽ അവന്റെ കയ്യിലെ വാച്ചിൽ സമയം നോക്കുന്നുണ്ട്. ഒരുപാട് വൈകിയിരിക്കുന്നു. ആ ഒരു നിരാശയും അയാൾക്ക്. പെട്ടെന്നാണ് ആ ട്രക്ക് വന്നിട്ട് കാറിന്റെ പുറകിലിടിക്കുന്നത്. ഡേവിഡ് ഞെട്ടി തിരിഞ്ഞു നോക്കി. ആ ട്രക്ക് ഇപ്പം അയാളുടെ കാറ് മുന്നോട്ട് തള്ളുകയാണ് ആ ട്രെയിനിൽ എടുപ്പിക്കാൻ. ഡേവിഡിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു പിടുത്തവും ഇല്ല. അയാൾ ബ്രേക്ക് ചവിട്ടി. പക്ഷെ ആ ട്രക്കിന്റെ ശക്തിയൊന്നും ആ ബ്രേക്കിനില്ല. അത് കാറിനിങ്ങനെ തള്ളുന്നത് കാരണം കാർ ഇങ്ങനെ നിരങ്ങി നീങ്ങാൻ തുടങ്ങി. ഒരു ഗുഡ്സ് ട്രെയിൻ ആയതുകൊണ്ട് ട്രെയിനാണെങ്കിൽ നല്ല നീളവും ഉണ്ട്. അത് തീരുന്നില്ല. ഈ സമയം ഡേവിഡ് ഹാൻഡ് ബ്രേക്ക് വലിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. കാർ ഇപ്പോഴും മുന്നോട്ട് തന്നെ നിരങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡേവിഡിനാണെങ്കിൽ ജീവൻ പോകുന്ന അവസ്ഥയുമായി. എന്നാൽ അയാളുടെ ഭാഗ്യത്തിന് ട്രെയിനിൽ ഇടിക്കുന്നതിന് മുമ്പ് അത് അവിടുന്ന് കടന്നുപോയി. ഈ ഒരു അവസരത്തിൽ ഡേവിഡ് നല്ല വേഗത്തിൽ വണ്ടി മുന്നോട്ടെടുത്തു. എന്നിട്ട് കുറച്ച് സൈഡിലേക്ക് കയറ്റി നിർത്തി. എന്നാൽ ട്രക്ക് അവിടെ നിർത്തിയില്ല. അത് കാറിനെ ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് കടന്നു പോവാണ്. അങ്ങനെ ട്രക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഡേവിഡ് വണ്ടി റിവേഴ്സ് എടുത്തു. എന്നിട്ട് ട്രക്ക് പോയ വഴി തന്നെ അയാളും പോകാൻ തുടങ്ങി. കുറച്ച് പതുക്കെയാണ് അയാൾ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു വാൻ അയാളെ പാസ് ചെയ്തു പോയി. ഡേവിഡ് ആണെങ്കിൽ അതിൽ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു. ഭാഗ്യം ചെയ്തവർ, ഒരു ടെൻഷനും ഇല്ല. ഡേവിഡിന്റെ കാറാണെങ്കിൽ ഇപ്പൊ 30-ലാണ് പോകുന്നത്. ആ ട്രക്ക് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോട്ടെ, എനിക്ക് ഒരു ധൃതിയും ഇല്ല, ജീവൻ കിട്ടിയാൽ മതി എന്നൊക്കെ അയാൾ ചിന്തിച്ചു കാണും. പക്ഷെ ആ ഒരു സമാധാനം അധിക സമയത്തേക്ക് ഉണ്ടായില്ല. ഒരു കയറ്റം കയറി കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്ന ആ ട്രക്ക് അത് ഡേവിഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഡേവിഡ് വരുന്നതിനനുസരിച്ച് ട്രക്ക് പതുക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇനിയൊരു കളിക്ക് നിൽക്കാൻ പേടിയായതുകൊണ്ട് അയാൾ ആ ട്രക്കിന്റെ പുറകെ വളരെ പതുക്കെയാണ് കാർ ഓടിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിയൊരു പെട്രോൾ പമ്പ് കാണുമ്പോൾ ഡേവിഡ് വേഗം വണ്ടി അങ്ങോട്ട് കയറ്റി. അത് കാണുന്ന ട്രക്കാണെങ്കിൽ കുറച്ച് മുന്നിലേക്ക് പോയി അവിടെ നിർത്തി. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം ഡേവിഡ് കാറിൽ നിന്ന് ഇറങ്ങി. ആ പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്നത് ഒരു ലേഡിയാണ്, പ്രായമുള്ള ഒരു സ്ത്രീ. എന്താ വേണ്ടതെന്ന് അവർ ചോദിച്ചപ്പോൾ വണ്ടി ഒന്ന് ഫുൾ ടാങ്ക് ആക്കിയേക്ക്, പിന്നെ അതിന്റെ റേഡിയേറ്റർ ഹോസ് കംപ്ലൈന്റ് ആണ്, അതും കൂടെ ഒന്ന് മാറ്റണം, ഞാൻ പോയിട്ടൊന്ന് ഫോൺ ചെയ്തു വരട്ടെ. ലേഡിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ക്യാഷ് കിട്ടുമല്ലോ. അവർ വേഗം തന്നെ വന്ന് ആ ബോണറ്റ് തുറന്നു. ഈ സമയം ട്രക്കിനെ ഒന്ന് നോക്കിയതിനു ശേഷം ഡേവിഡ് ഫോൺ ചെയ്യാൻ വേണ്ടി നടന്നു. അവിടെ ഒരു കൂട് കാണാം. അതിനകത്ത് ആ ലേഡി പാമ്പുകളെയും മറ്റ് ജീവികളൊക്കെ വളർത്തുന്നുണ്ട്. അതിലേക്കും കൂടെ ഒന്ന് നോക്കി ഡേവിഡ് ബൂത്തിലേക്ക് ചെന്ന് ഫോൺ എടുത്തു. എന്നിട്ട് അവൻ പോലീസിനെയാണ് വിളിക്കുന്നത്. എന്നിട്ട് ആ ട്രക്കിന്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചു, അയാൾ നിൽക്കുന്ന സ്ഥലവും. എന്നാൽ അയാൾ ഫോൺ ചെയ്യുന്നൊക്കെ ആ ട്രക്ക് ഡ്രൈവറും കണ്ടു. അതിന് തുറന്ന് ട്രക്ക് സ്റ്റാർട്ടായി. അതിപ്പോൾ ഡേവിഡിനെ ഇടിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ ആ പമ്പിലേക്ക് വരികയാണ്. എന്നാൽ അത് കണ്ട ഉടനെ തന്നെ ഡേവിഡ് ആ ബൂത്തിൽ നിന്നൊരൊറ്റ ചാട്ടം. ട്രക്കാണെങ്കിൽ ആ ബൂത്ത് ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവിടുന്ന് കടന്നുപോവുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ഡേവിഡും ആ ലേഡിയും ഒരുമിച്ച് ഞെട്ടിപ്പോയി. പക്ഷെ ട്രക്ക് അവിടെ നിർത്തുന്നില്ല. അത് കറങ്ങി തിരിഞ്ഞ് പിന്നെ അങ്ങോട്ട് വന്നു. അത് തന്റെ നേർക്കാണെന്ന് മനസ്സിലായപ്പോൾ ഡേവിഡ് അവിടെ നിന്ന് ഓടി. ഇത്തവണത്തെ വരവില് ട്രക്ക് ആ പാമ്പിന്റെ കൂടൊക്കെ തകർത്ത് കളഞ്ഞു. പാമ്പാണെങ്കിൽ പുറത്തെയാടി. അതിപ്പോ ഡേവിഡിന് നേരെ ചീറ്റി. മാത്രമല്ല ഡേവിഡിന്റെ കാലില് ഒരു ചിലന്തിയും കയറി. ഡേവിഡ് ഉടനെ തന്നെ അതിന് തട്ടിമാറ്റി. തന്റെ ജീവികളൊക്കെ പുറത്തായത് കണ്ട് ആ ലേഡി വല്ലാത്തൊരു വിഷമത്തിലാണ് അവിടെ നിൽക്കുന്നത്. ഈ സമയത്താണ് ആ ട്രക്ക് കറങ്ങി തിരിഞ്ഞ് പിന്നെയും വരുന്നത്. അത് കാണുന്ന ഡേവിഡ് അവിടെ കിടന്നൊരു കൂടെടുത്ത് ട്രക്കിന് നേർക്ക് ഒരൊറ്റ കയറി. പക്ഷെ ആ കൂട് പൊളിഞ്ഞു എന്നല്ലാതെ ആ ഭീമൻ മോൺസ്റ്ററിന്റെ രോമത്തിൽ പോലും ഏറ്റില്ല. ഇനി അവിടെ നിന്നാ പണിയാണ് എന്ന കാര്യം ഡേവിഡിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ട്രക്ക് അടുത്തതായിട്ട് അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അവൻ വേഗം തന്നെ കാറും എടുത്ത് അവിടെ നിന്ന് വിട്ടു. ഈ സമയം ആ ലേഡി ആണെങ്കിൽ ഒരു വലിയ പാമ്പിനെയും പിടിച്ച് നിൽക്കുകയാണ്. പാവം അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു.
അങ്ങനെ അവര് നോക്കി നിൽക്കെ ആ ഭീമൻ ട്രക്ക് ആ കാറിന്റെ പുറകെ പാഞ്ഞു പോവാണ്. ഈ സമയം ഡേവിഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വേഗതയിലാണ് വണ്ടി ഓടിക്കുന്നത്. മുഖത്ത് നല്ല പേടി കാണാം. ഇനി ആ ട്രക്കിന്റെ മുമ്പ് പോകുന്ന അപകടമാണ്. അത് മനസ്സിലായതുകൊണ്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ ഒരു തിണ്ടിൽ നിന്നും അയാൾ കാറ് താഴേക്ക് ഇറക്കി. എന്നിട്ട് കാറ് റിവേഴ്സ് എടുത്ത് ആ ട്രക്ക് കാണാത്ത രീതിയിൽ പാർക്ക് ചെയ്തു, റെയിൽവേ ട്രാക്കിന്റെ അടുത്തായിട്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ട്രക്ക് റോഡിലൂടെ പാസ് ചെയ്തു. ഡേവിഡ് കരുതിയ പോലെ തന്നെ ട്രക്ക് അയാളെ കണ്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഉടനെ തന്നെ വണ്ടി എടുക്കാനൊന്നും ഡേവിഡ് തീരുമാനിച്ചിട്ടില്ല. ക്ലയന്റ് മീറ്റിംഗ് ഇന്ന് എന്തായാലും നടക്കത്തില്ല, അത് പിന്നീട് ഒരിക്കലാവാം. ജീവനല്ലേ പ്രധാനം. അതുകൊണ്ട് 1 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാം എന്നയാൾ തീരുമാനിച്ചു. പക്ഷെ ഇപ്പോഴും അയാളുടെ മുഖത്ത് നിന്നും ആ പേടി അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഡേവിഡ് കാറിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്നാണ് ഒരു ഹോണിന്റെ ശബ്ദം. അയാൾ ഞെട്ടി എഴുന്നേറ്റു. നോക്കുമ്പോൾ ട്രെയിനാണ്. അയാളുടെ വണ്ടി കിടക്കുന്നതിന്റെ തൊട്ടപ്പുറത്തെ ട്രാക്കിലൂടെ ഒരു ചരക്ക് വണ്ടിയും കൂടെ കടന്നുപോയി. പേടിച്ചു പോയെങ്കിലും പിന്നീട് അയാൾക്ക് ചിരി വന്നു. അയാൾ മനസ്സറിഞ്ഞ് കുറേ നേരം ഇരുന്ന് ചിരിച്ചു. എന്തിനാ താനിങ്ങനെ പേടിക്കുന്നത്? എന്നാൽ ചിരിക്കുന്നതിന്റെ ഇടയിലും അയാൾ ഇതുവരെ നേരിട്ട കാര്യങ്ങളൊക്കെ അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഡേവിഡ് വണ്ടിയെടുത്തു. 1 മണിക്കൂറിന് മുകളിലായി അയാൾ അവിടെ കിടക്കുന്നു. അതുകൊണ്ട് ട്രക്ക് പോയി കാണും എന്നൊരു പ്രതീക്ഷയിലാണ് അയാൾ. ഹൈവേയുടെ വലതുഭാഗത്തൂടെ കടന്നു പോകുന്ന ഒരു ചെറിയ റോഡിലൂടെയാണ് കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്ത് രസമല്ല ഈ സ്ഥലം കാണാൻ. വിന്റേജ് കാലഘട്ടമായതുകൊണ്ട് എന്നൊരു പ്രത്യേക ഭംഗി. അയാൾ സഞ്ചരിക്കുന്ന റോഡിന്റെ ഇടതുഭാഗത്ത് കുറച്ച് മുകളിലായിട്ടാണ് ആ റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. അതിനും കുറെ മുകൾ ഭാഗത്താണ് നാഷണൽ ഹൈവേ, 3 അടുക്കുകളായിട്ട്. അങ്ങനെ ഡേവിഡിന്റെ കാർ ഇപ്പോൾ മെയിൻ ഹൈവേയിലേക്ക് എത്തി. എന്നാൽ പെട്ടെന്ന് അയാൾ വണ്ടി ഔട്ടി. ദേ കിടക്കുന്നു ട്രക്ക്. സഡൻ ബ്രേക്ക് ആയതുകൊണ്ട് ഒന്ന് ആടി ഒലഞ്ഞിട്ടാണ് കാർ അവിടെ നിന്നത്. ട്രക്ക് ഇപ്പോൾ റോഡിന്റെ വലതുഭാഗത്തേക്ക് ഇറക്കിയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അതിന്റെ മുൻഭാഗത്തെ ടയർ മെയിൻ റോഡിൽ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും വണ്ടി മുന്നോട്ടെടുക്കാന്നുള്ള രീതിയിൽ. ഡേവിഡിന്റെ കാറാണെങ്കിൽ റോഡിന്റെ നടുവിൽ കുറുകെയാണ് കിടക്കുന്നത്. പക്ഷെ ആ ട്രക്ക് കണ്ട് പേടിച്ചതുകൊണ്ട് അയാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾ ആ ട്രക്കിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അതിനിടയിലാണ് ദൂരെ നിന്നൊരു കാർ അങ്ങോട്ട് പാഞ്ഞു വരുന്നത്. ഒരു കയറ്റം കയറി വന്നതായതുകൊണ്ട് ഡേവിഡിന്റെ കാർ അവിടെ റോഡിന്റെ നടുവിൽ കിടക്കുന്നത് അയാൾ ശ്രദ്ധിച്ചില്ല. തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ആ കാറുകാരൻ അത് കണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് അയാൾ ബ്രേക്ക് ചെയ്തു. പക്ഷെ അയാൾ വണ്ടി അവിടെ നിർത്തുന്നില്ല. ഡേവിഡിന്റെ കുറെ തെറിയും പറഞ്ഞുകൊണ്ട് കാർ അവിടുന്ന് മുന്നോട്ട് പാഞ്ഞുപോയി. അങ്ങനെ അയാൾ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് തന്റെ കാർ കിടക്കുന്ന പൊസിഷൻ ഡേവിഡ് ശ്രദ്ധിച്ചത്. അയാൾ ഉടനെ തന്നെ വണ്ടി ഇടതുഭാഗത്തേക്ക് ഒതുക്കി. അതിനുശേഷം അയാൾ ആ ട്രക്കിനൊന്ന് നോക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അതിലെ ഡ്രൈവറെ കാണുന്നില്ല. ഡേവിഡിനാണെങ്കിൽ നിരാശയും ദേഷ്യവും വിഷമവും എല്ലാം ഒരുമിച്ച് വന്നു. ഇനി എന്താണ് താൻ ചെയ്യേണ്ടത്? കുറച്ച് നിമിഷങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഇരപ്പിച്ചുകൊണ്ട് അയാൾ വണ്ടിയെടുത്തു. ഈ സമയം ട്രക്കും സ്റ്റാർട്ടായി അതിന്റെ പുക തുപ്പാൻ തുടങ്ങി. ഡേവിഡ് അതിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ട്രക്ക് മുന്നോട്ടെടുത്തു. എന്നാൽ അത് കണ്ട ഉടനെ തന്നെ ഡേവിഡ് വണ്ടി ഒരു യൂ ടേൺ എടുത്ത് വന്ന സ്ഥലത്തേക്ക് തന്നെ പോയി. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒന്നുകൂടെ യൂ ടേൺ എടുത്ത് ആദ്യം നിർത്തിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. കാർ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ട്രക്ക് പതുക്കെ റിവേഴ്സ് വന്നു. എന്നിട്ട് പഴയ സ്ഥലത്ത് തന്നെ സ്ഥാനം ഉറപ്പിച്ചു. ഈ സമയം ഡേവിഡ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് കുറച്ച് സമയം ആ ട്രക്കിനൊന്ന് നോക്കി. അടുത്തേക്ക് പോയാലോ? പോക തന്നെ. അയാൾ മുന്നോട്ട് നടന്ന് റോഡിലേക്ക് കയറി. എന്നാൽ അധികം ആ ട്രക്കിന്റെ അടുത്തേക്ക് പോവാതെ അയാൾ നടു റോഡിൽ നിന്നു. ഡ്രൈവർ മറിഞ്ഞിരിക്കുന്ന കാരണം അയാളെ കാണുന്നുമില്ല. പക്ഷെ അയാൾ വണ്ടി ഇരപ്പിക്കുന്നതുകൊണ്ട് ട്രക്കിന്റെ കുഴലിൽ നിന്നും വെളുത്ത പുക ഉയർന്നു കാണാം. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ആ ട്രക്കിൽ ഇരിക്കുന്നതുകൊണ്ടാവും അയാൾക്ക് ഇത്ര ധൈര്യം. നേരിട്ടൊരു മൽപ്പിടുത്തം നടത്തി നോക്കാം എന്നൊക്കെ ചിന്തിച്ച് വളരെ ദേഷ്യത്തോടെ ഡേവിഡ് ആ ട്രക്കിന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ നേരിട്ടൊരു അംഗത്തിന് ധൈര്യമില്ലാത്തതുകൊണ്ടോ അതോ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഡേവിഡ് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ട്രക്ക് ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു. ഡേവിഡ് കുറേയൊക്കെ അതിന്റെ പുറകെ ഓടി നോക്കി. പക്ഷെ അവൻ വരുന്നതിനനുസരിച്ച് ട്രക്ക് പതുക്കെ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. പിന്നീട് അവൻ അവിടെ നിന്നപ്പോൾ ട്രക്കും നിർത്തി. അപ്പോൾ അവനൊരു കയ്യാങ്കളിക്ക് ധൈര്യമില്ല. അവന്റെ ആയുധം ആ ട്രക്കാണ്. അതില്ലെങ്കിൽ അവനില്ല. ഡേവിഡിന് കാര്യങ്ങളൊക്കെ വ്യക്തമായി. പക്ഷെ ആ മോൺസ്റ്റർ ട്രക്കിന്റെ മുമ്പിൽ തന്റെ കാർ ഒരു ഉറുമ്പാണ്. ആ ഒരു തിരിച്ചറിവ് അവനുണ്ട്. അങ്ങനെ ഒരു 2 മിനിറ്റും കൂടെ ട്രക്കിനൊന്ന് നോക്കിയതിന് ശേഷം ഡേവിഡ് കാറിലേക്ക് തിരിച്ചു നടന്നു. എന്നാൽ കാറിന്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോഴാണ് മറ്റൊരു കാറ് ദൂരെ നിന്ന് അങ്ങോട്ട് വരുന്നത്. അതിനകത്ത് പ്രായമായ ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഡേവിഡ് 2 കൈയും വീശി ആ കാർ നിർത്തിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവരോട് പറയാണ്. 2 കാര്യങ്ങളാണ് അവൻ അവരോട് ആവശ്യപ്പെടുന്നത്. ഒന്നുകിൽ എനിക്ക് വേണ്ടി നിങ്ങൾ പോലീസിനെ വിളിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിൽ കയറ്റി എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. പക്ഷെ ആ 2 ആൾക്കാർ പേടിച്ചു പോയതുകൊണ്ട് 2നും അവർ വഴങ്ങുന്നില്ല. ഞങ്ങൾ പ്രായമായവരാണ്, ആ ട്രക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്നു, അതിനോട് കളിക്കാനൊന്നും ഞങ്ങളില്ല എന്നാണ് അവർ പറയുന്നത്. ഡേവിഡ് അവരോട് കെഞ്ചി നോക്കി. പക്ഷെ അവർ അടുക്കുന്നില്ല. പെട്ടെന്നാണ് ആ ട്രക്ക് റിവേഴ്സ് എടുത്ത് അവരിടിക്കാൻ വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അയാൾ വളരെ വേഗത്തിൽ വണ്ടി പുറകിലേക്ക് എടുത്തു. അത് കാണുന്ന ട്രക്ക് ഇപ്പൊ ഡേവിഡിന്റെ നേർക്കാണ് വരുന്നത്. അത് കാണുമ്പോൾ ഡേവിഡ് അവിടെ നിന്ന് ഓടി. അവിടെ കുറെ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് ഡേവിഡ് പോകുന്നത്. എന്നിട്ട് അവൻ നോക്കുമ്പോൾ ട്രക്ക് അവന്റെ കാറിന്റെ തൊട്ട മുമ്പിൽ വന്ന് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് പുകയും തുപ്പിക്കൊണ്ട് മുന്നോട്ട് പോയി പഴയ സ്ഥലത്ത് തന്നെ ചെന്ന് നിന്നു. എന്തൊരു വിചിത്ര സ്വഭാവമുള്ള സൈക്കോ ആണ് അയാള്. പക്ഷെ ഇങ്ങനെ വിട്ടുകൊടുത്ത് ശരിയാവത്തില്ല. ഒരു പാട്ട ട്രക്കിന്റെ മുമ്പിൽ ജീവിതം അടിയറവ് വെക്കാനൊന്നും തന്നെ കിട്ടില്ല. തിരിച്ചടിക്കുക തന്നെ. ഡേവിഡ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചു. എന്നിട്ട് വേഗം തന്നെ കാറിലേക്ക് നടക്കുകയാണ്. അങ്ങനെ കാറിൽ കയറിയതിനു ശേഷം അയാൾ കണ്ണാടി എടുത്ത് കണ്ണിൽ വെച്ചു. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു. അയാളിപ്പോൾ 2 കൽപ്പിച്ചാണ്. പെട്ടെന്ന് എവിടെ നിന്നോ കയറി വന്നൊരു ധൈര്യം. തനിക്കും ജീവിക്കണം. അയാൾ പതുക്കെ കാർ മുന്നോട്ടെടുത്തു. അങ്ങനെ ട്രക്കിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഒരു അവസാന മത്സരത്തിന് തയ്യാറായതുപോലെ ട്രക്ക് ഡ്രൈവർ അവന് സിഗ്നൽ കൊടുത്തു മുന്നോട്ടെടുക്കാൻ. ഡേവിഡ് ആക്സിലേറ്ററിൽ ആഞ്ഞു ഔട്ടി.
ഒരു സീൽക്കാര ശബ്ദത്തോടെ വെളുത്ത പുകയും തൊപ്പിക്കൊണ്ട് കാർ മുന്നോട്ട് പാഞ്ഞു. അതിന് പിന്തുടർന്നുകൊണ്ട് ആ ട്രക്ക് വരുന്നത് മിററിൽ കാണുമ്പോൾ ഡേവിഡ് വേഗത കൂട്ടി. 60 കഴിഞ്ഞ് 70 ആകാറായി. കാറ് വേഗത കൂട്ടുന്നതിനനുസരിച്ച് ട്രക്കും വേഗത കൂട്ടുന്നുണ്ട്. വിജനമായ റോഡാണ്. ഇതിൽ നിന്നും വണ്ടികളൊന്നും തന്നെ കടന്നു പോകുന്നില്ല. ഡേവിഡ് ആണെങ്കിൽ വല്ലാത്തൊരു വെപ്രാളത്തിലുമാണ്. വേഗത ഇപ്പം 70 കടന്ന് 80 ആകാറായി. ഇപ്പൊ റോഡിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അതിന് പതുക്കെ ഉയരം കൂടുന്നുണ്ട്. കയറ്റമാണ്. ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രം ട്രക്ക് ചെറിയ രീതിയിൽ പരാജയം രുചിക്കുന്നുണ്ട്. എത്ര പെർഫെക്റ്റ് ആണെങ്കിലും ശരീരത്തിന്റെ ഭാരം ആ കയറ്റത്തിൽ അതിനെ തളർത്തി. ഈ സമയത്ത് തന്നെ ആ 2 വണ്ടികൾ നല്ല വേഗതയിൽ കടന്നു പോകുന്നത് അവിടെ തുണി ഉണക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ കണ്ടു. എന്തു പോക്കാണത് അവർ ചിന്തിച്ചു കാണും. അങ്ങനെ ഒരു വളവ് കൂടെ കഴിഞ്ഞപ്പോൾ റോഡിന് ഇറക്കമായി. ഡേവിഡിനാണെങ്കിൽ ടെൻഷനും കൂടി. ഇനിയിപ്പോൾ ആ ട്രക്ക് തന്റെ അടുത്തേക്ക് എത്തും. റോഡിൽ അവിടെയിടങ്ങളിലായിട്ട് മുൾച്ചില്ലകൾ ഇങ്ങനെ ചിതറി കിടക്കുന്നു. ആ വേഗതയിൽ കല്ലുകൾ പോലെയാണ് അയാൾക്ക് തോന്നിയത്. കഷ്ടിച്ച് വെട്ടിച്ചു മാറ്റി വേഗത കുറയ്ക്കാതെ തന്നെ അയാൾ കാർ ഓടിച്ചു. അങ്ങ് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്റെ ഇരയെ ഓടിക്കുന്ന ഒരു ഭീമൻ കടുവയെ പോലെ ആ കാറും ട്രക്കും വരുന്നതാണ്. രണ്ടിനും ഇടയിൽ ഒരു 10 മീറ്റർ മാത്രമേ അകലമുള്ളൂ. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിലായിട്ട് മറ്റൊരു കാറ് കണ്ടു. ഈ പെസ്റ്റ് അടിക്കുന്ന വണ്ടിയാണ്. ഡേവിഡ് അയാളുടെ അടുത്തേക്ക് കാർ ഒതുക്കി. എന്നാൽ അപ്പോഴേക്കും ട്രക്കും അങ്ങോട്ടെത്തി. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഡേവിഡ് വണ്ടി എടുത്തു. അതിന്റെ പുറകിൽ ആ ട്രക്കും പാഞ്ഞുപോയി. ഇതെല്ലാം കണ്ട് പെസ്റ്റ് അടിക്കുന്ന ആ ചൈനക്കാരനാണെങ്കിൽ പേടിച്ച് ആ കാറിന്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി. ഇവിടെന്താ വല്ല മത്സരവും നടക്കുന്നുണ്ടോ അയാൾ ചിന്തിച്ചു. അങ്ങനെ മണിക്കൂറുകളോളം ആ മത്സരം തുടർന്നുകൊണ്ടേയിരുന്നു. ജീവൻ കൈപിടിച്ചിട്ടുള്ള ഓട്ടമായതുകൊണ്ട് ഡേവിഡ് സ്പീഡ് കൂട്ടുകയല്ലാതെ ഒരിക്കൽ പോലും കുറച്ചില്ല. തന്റെ ഇരയായതുകൊണ്ട് ആ മോൺസ്റ്റർ ട്രക്കാണെങ്കിൽ ആർത്തിയിലുമാണ്. കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ റോഡ് അവസാനിച്ചു. ബാരിക്കേഡുകൾ. വണ്ടി റൈറ്റിലേക്ക് എടുക്കണം. ഡേവിഡ് വേഗം തന്നെ വണ്ടി വെട്ടിച്ചിട്ട് കടന്നുപോയി. എന്നാൽ ട്രക്ക് അതിലെ വന്നു കഴിഞ്ഞപ്പം അത് ആ ബാരിക്കേഡുകൾ മൊത്തടിച്ച് തെറിപ്പിച്ചു. പിന്നീട് ഒരു റെയിൽവേ ക്രോസ് കടന്നുപോയപ്പോൾ ഡേവിഡിന്റെ കാറ് ഒന്ന് ആടി ഒലഞ്ഞു. അതിലൊരു ട്രെയിൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പാരലായിട്ടാണ് ഇപ്പൊ 2 വണ്ടികളുടെ സഞ്ചാരം. കാർ എപ്പോഴേ ട്രെയിനെ കടന്നുപോയി. ട്രക്ക് ആണെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കാറിന്റെ പുറകെ. ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ റോഡ് അവസാനിച്ചു. ഇത്തവണ കാർ റൈറ്റിലേക്ക് എടുത്തപ്പം വേഗത കാരണം 2 ബാരിക്കേഡുകൾ അതും തകർത്തു. പക്ഷെ മനഃപൂർവ്വമല്ല. അതിനിടയിൽ താടി സ്റ്റിയറിംഗിൽ ഇടിച്ച് ഡേവിഡിന്റെ വായിൽ ചോരയും നിറഞ്ഞു. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അയാൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അങ്ങനെ ഡേവിഡ് ഒരു കയറ്റം കയറാൻ തുടങ്ങി. ഒരു മലയുടെ മുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ പുറകിൽ വരുന്ന ട്രക്ക് ആണെങ്കിൽ പതുക്കെയുമായി. ഈ സമയം ഡേവിഡ് തിരിഞ്ഞു നോക്കിയപ്പോൾ ട്രക്കിനെ കാണുന്നില്ല. അത് അയാളിൽ കുറച്ച് സമാധാനം ഉണ്ടാക്കി. എന്നാൽ ട്രക്കാണെങ്കിൽ ഇപ്പോഴും ആ കയറ്റം കയറുന്നുണ്ട്. കയറ്റത്തിൽ തളർന്നുകൊണ്ട് വേഗത പതുക്കെയാണെന്ന് മാത്രം. കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് അത് മുന്നോട്ട് പോകാൻ. ഈ സമയത്താണ് ഡേവിഡിനൊരു പണി കിട്ടുന്നത്. കാറിൽ എന്തോ ഒരു ശബ്ദം. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാറിന്റെ പുറകിൽ നിറയെ പുക. മീറ്ററിൽ നോക്കുമ്പോൾ കാറിന്റെ ടെമ്പറേച്ചർ കൂടുന്നു. വേഗതയാണെങ്കിൽ കുറഞ്ഞ് 50ലേക്ക് എത്തി. ടയറുകൾക്കൊക്കെ ഒരു പമ്മൽ. ഡേവിഡിന് കാര്യം മനസ്സിലായി. റേഡിയേറ്റർ ഹോസ് പണി വന്നിരിക്കുന്നു. ആദ്യത്തെ പമ്പിൽ നിന്ന് തന്നെ അത് ശരിയാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ അയാൾക്ക് തോന്നി. പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയാൾ പിന്നെയും പുറകിലേക്ക് നോക്കി. ഇല്ല, ട്രക്കിനെ കാണുന്നില്ല. അതുകൊണ്ട് മാത്രം ചെറിയൊരു ആശ്വാസം. പക്ഷെ കാറിന്റെ വേഗത കുറഞ്ഞു വരുന്നു. 40ൽ നിന്നും 30ലേക്ക് എത്തി. അത് ഇനിയും താഴ്ന്നു വരികയാണ്. കാറിന്റെ ബാക്ക് സൈഡിൽ നിന്നും സൈഡിൽ നിന്നും നല്ല പുകയും ഉയരുന്നുണ്ട്. എന്ത് ചെയ്യും? വണ്ടി നിർത്തേണ്ടി വരും. അയാൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. ദേ ട്രക്ക് വരുന്നു. അടുത്തെത്താറായി. ഒരുപക്ഷെ ഇതിനു മുമ്പ് അയാൾ കടന്നുപോയതിനേക്കാളും വല്ലാത്തൊരു സമ്മർദ്ദം. വേഗത ഇപ്പൊ 20ലേക്കായി. വണ്ടി വല്ലാതെ ഇടിക്കുന്നു. അതിപ്പോ ഇടിച്ചു നിൽക്കുമോ എന്നൊക്കെ അയാൾക്ക് തോന്നി. ട്രക്കാണെങ്കിൽ പുറകെ വരുന്നുണ്ട്. വേഗത ഇപ്പൊ 20 കഴിഞ്ഞ് 10ലേക്കായി. എത്ര ശ്രമിച്ചിട്ടും വേഗത കൂട്ടാൻ പറ്റുന്നില്ല. അയാളിങ്ങനെ ഉറക്കെ അലറി വിളിച്ചു. പൊന്ന് കാറെ, ഒന്ന് വേഗത്തിൽ പോ. ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ ഈ ഒരു അവസ്ഥയിൽ അതനുസരിച്ചേനെ. ഒരു വളവ് കയറുമ്പോൾ ആ ചുവന്ന കാറ് പുകയിൽ ഇങ്ങനെ മുങ്ങി കുളിച്ചിരിക്കുകയാണ്. അതിനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് കുത്തനെയുള്ള ഇറക്കമായിരുന്നു. അയാൾ വണ്ടി ന്യൂട്രലിലേക്കാക്കി. അതിന് തുറന്ന് വണ്ടിയുടെ സ്പീഡ് കൂടി. ഈ സമയം തന്നെ ട്രക്കും നല്ല വേഗതയിൽ തന്നെയാണ് പുറകെ വരുന്നത്. അവിടെ ഒരു ബോർഡ് കാണാം, ട്രക്ക് ഗിയർ ഡൗൺ ചെയ്യണമെന്ന്. പക്ഷെ ട്രക്ക് അതൊന്നും നോക്കിയില്ല. അതിന് കാറിന് കിട്ടണം എത്രയും പെട്ടെന്ന്. ഡേവിഡിന്റെ കാറിന്റെ സ്പീഡ് 50ആയി. ടെമ്പറേച്ചറും കുറഞ്ഞു തുടങ്ങി. അതിനിടയിൽ അയാൾക്ക് പലപ്പോഴും കൺട്രോൾ നഷ്ടപ്പെട്ടു. സ്പീഡാണെങ്കിൽ 60 കഴിഞ്ഞ് 70ലേക്ക് മുന്നേറുന്നു. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അതിനിടയിൽ കാറിന്റെ ടയറിന്റെ ഒരു കപ്പ് തെറിച്ചുപോയി. 1-2 തവണ കറങ്ങി അത് നിശ്ചലമായി. എന്നാൽ പുറകെ വന്ന ട്രക്ക് അതിനെ റോഡിൽ നിന്ന് തെറിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മലയ്ക്ക് മുകളിലേക്ക് ഒരു റോഡ് കാണാം. ഡേവിഡ് വണ്ടി ഒന്ന് വീശി വെട്ടിച്ചു. അതിന് തുറന്ന് അത് അവിടെ സൈഡിലേക്ക് ഇടിച്ചു നിന്നു. ഈ സമയമാകുമ്പോഴേക്കും ട്രക്കും അങ്ങോട്ടെത്തി. കുറച്ച് നിമിഷങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടാണ് ഡേവിഡ് കാർ സ്റ്റാർട്ട് ചെയ്ത്. കാറിനിപ്പം ഒരനുസരണയുമില്ല. അങ്ങനെ ട്രക്ക് തൊട്ടടുത്തെത്തിയപ്പോൾ കാർ മുന്നോട്ട് പാഞ്ഞു. ആ മലയുടെ മുകളിലേക്ക് ട്രക്കും ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷെ നല്ല കയറ്റമായതുകൊണ്ട് അത് ശരിക്കും പമ്മി. കാറിന് കുഴപ്പമൊന്നുമില്ല. അത് കുറേ ദൂരം പിന്നിട്ട് വിശാലമായ ഒരു സ്ഥലത്തേക്ക് എത്തി. ആ മലയുടെ മുകളിൽ നേരത്തെ ഇടിച്ചതുകൊണ്ട് അതിന്റെ മൂക്കിന്റെ വലതുഭാഗം പൊളിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഡേവിഡ് ആ മലയുടെ ടോപ്പിലെത്തി. അപ്പുറത്തേക്ക് പോകാൻ പാടില്ലാത്തതുകൊണ്ട് വേലി കെട്ടിയിരിക്കുകയാണ്. ഡേവിഡ് വണ്ടി ഇങ്ങനെ തിരിച്ചു നിർത്തി. ഇനിയാണ് അവസാനത്തെ അടവ്. അയാൾ ട്രക്ക് വരാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ 1-2 മിനിറ്റ് കഴിഞ്ഞപ്പം ആ ഭീമൻ ട്രക്ക് അങ്ങോട്ട് പാഞ്ഞെത്തി. ഒരു നിമിഷം പോലും ഡേവിഡ് പാഴാക്കിയില്ല. ഇതോടെ എല്ലാം അവസാനിക്കണം. അയാളുടെ പെട്ടിയെടുത്ത് ആക്സിലറേറ്ററിലേക്ക് താഴ്ത്തി വെച്ചു.
അതിന് തുറന്ന് വണ്ടി മുന്നോട്ട് നീങ്ങി. എതിരെ പാഞ്ഞു വരുന്ന ട്രക്കിന് നേർക്കാണത് കുതിച്ചത്. അങ്ങനെ ട്രക്കിന്റെ തൊട്ടടുത്തെത്തിയപ്പം ഡേവിഡ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം. അതിന് തുറന്ന് കാർ ചെന്ന് ട്രക്കിലിടിച്ചു. മാത്രമല്ല അതിന്റെ ബോണറ്റിൽ നിന്ന് തീയും വന്നു. ഡേവിഡ് ചാടിയത് ആ ട്രക്ക് ഡ്രൈവർ കണ്ടില്ല എന്ന് തോന്നുന്നു. മാത്രമല്ല മുന്നിൽ നല്ല പുക പടർന്നിരിക്കുകയാണ്. തന്റെ ഇരയെ കിട്ടിയത് കൊണ്ട് അയാൾ കാറിനെ ഇടിച്ച് തകർക്കാൻ തുടങ്ങി. പക്ഷെ അയാളുടെ ആ ഉദ്ദേശം പാളിപ്പോയി. കാർ ഇപ്പം നീങ്ങിയ മലയുടെ അറ്റത്താണ്. അങ്ങനെ അടുത്ത നിമിഷം തന്നെ ആ ഭീമൻ ട്രക്കും കാറും അവിടെ നിന്ന് താഴേക്ക് പതിച്ചു. ട്രക്കും കാറും താഴേക്ക് വന്ന് വീണതിന് ശേഷം കുറച്ച് സമയത്തേക്ക് കുറെ ഞരക്കങ്ങളൊക്കെ കേൾക്കാം. അങ്ങനെ എല്ലാം കെട്ടടങ്ങി കഴിഞ്ഞപ്പം തുള്ളി ചാടിക്കൊണ്ട് ഡേവിഡ് ആ മലയുടെ അറ്റത്തേക്ക് വന്ന് താഴേക്ക് നോക്കി. ദേ കിടക്കുന്ന തന്റെ ശത്രു മൂക്കും കുത്തി. ഒരു തെറ്റും ചെയ്യാത്ത ബലഹീനനായ അയാളുടെ മുമ്പിൽ അവസാനം ആ ഭീമൻ അടിയറവ് പറയേണ്ടി വന്നു. ഇനി അയാൾ എഴുന്നേറ്റ് വരുമോ? ഡേവിഡ് കുറച്ചു സമയം ആ ട്രക്കിന്റെ അവശിഷ്ടങ്ങളിലേക്ക് നോക്കി. ഇല്ല, അയാൾ വരത്തില്ല. അയാളുടെ ചോര ആ ട്രക്കിന്റെ സ്റ്റിയറിംഗിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് കണ്ടില്ലെങ്കിലും അയാൾ ഇനി വരത്തില്ല എന്ന് തന്നെ ഡേവിഡ് ഓർപ്പിച്ചു. ഇനി അയാൾക്ക് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. ഒന്ന് ശരിക്കും ശ്വാസം എടുക്കാൻ വേണ്ടി അയാൾ അവിടേക്ക് ഇരുന്നു. പക്ഷെ ആ ട്രക്ക് ഡ്രൈവറെ കുറിച്ചുള്ള ചിന്തകൾ അയാൾ ഇപ്പോഴും അലട്ടുന്നുണ്ട്. ആരായിരുന്നു അയാൾ? ഒന്ന് കാണാൻ പോലും കിട്ടിയില്ലല്ലോ. എന്തായാലും തന്നെ അറിയുന്ന ആളല്ല. ഒരുപക്ഷെ അയാൾ ഒരു സീരിയൽ കില്ലർ ആയിരിക്കും. അയാൾ കൊന്നുകളഞ്ഞ ആൾക്കാരുടെ നമ്പർ പ്ലേറ്റുകളായിരിക്കും അയാൾ ഒരു ട്രോഫി പോലെ ആ ട്രക്കിന്റെ മുമ്പിൽ കൊണ്ടുനടന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്റെ നമ്പർ പ്ലേറ്റും അതിൽ സ്ഥാനം പിടിച്ചേനെ. ഒരുപക്ഷെ ഭാര്യയുടെയും മക്കളുടെയും പ്രാർത്ഥന കൊണ്ടാവണം തനിക്ക് അങ്ങനെ ഒരു ഗതി വരാതിരുന്നത് എന്നൊക്കെ ചിന്തിച്ച് അയാൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. ഒരു കാര്യം ഉറപ്പുണ്ടായേക്ക്, ഭാവിയിൽ തന്റെ കഥ മലയാളം എന്നൊരു ഭാഷയിൽ സിനിമയായിട്ട് വരും. അതിൽ തന്റെ ക്യാരക്ടർ അഭിനയിക്കാൻ പോകുന്ന വിജയ് ബാബുവിന് ആ ഡ്രൈവറുമായിട്ട് ഉറപ്പായിട്ടും ബന്ധമുണ്ടായിരിക്കും. അയാൾ അവനെ കണ്ടെത്തട്ടെ. ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇത്രയും താഴ്ചയിലേക്ക് വീണിട്ട് എന്തുകൊണ്ട് ആ ട്രക്ക് പൊട്ടിത്തെറിച്ചില്ല? അത് ഇതിന്റെ സംവിധായകനായ സ്റ്റീഫൻ സ്പിൽബർഗിന്റെ തീരുമാനമായിരുന്നു. പെട്ടെന്ന് അത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ഡ്രൈവർ മരിക്കും. പക്ഷെ അങ്ങനെ ഒരു മരണമല്ല അയാൾ അർഹിക്കുന്നത്. വേദനിച്ച് മരിക്കണം. അതുകൊണ്ടായിരിക്കും ആ ട്രക്ക് താഴേക്ക് വീണപ്പോൾ ആ സീൻ മാത്രം സ്ലോ മോഷനിൽ കാണിച്ചത്. ആ നിമിഷങ്ങളിലൊക്കെ അയാൾ ആ വേദന അനുഭവിക്കുകയായിരുന്നു. ഒരു പൊട്ടിത്തെറിയേക്കാൾ കൂടുതൽ പ്രഷർക്ക് അതായിരിക്കും കണക്ട് ആവുക എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്പിൽബർഗിന്റെ ആദ്യത്തെ സിനിമയായിരുന്നത്. ഈ ഒരു ക്ലൈമാക്സ് പ്രൊഡ്യൂസർക്ക് ഓക്കെ ആയിരുന്നില്ല. ഒരു പൊട്ടിത്തെറി വേണമെന്നൊക്കെ അയാൾ വാശി പിടിച്ചു. പക്ഷെ സ്പിൽബർഗ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തന്റെ വീക്ഷണത്തിൽ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് നടന്നത് ചരിത്രം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.